ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ഇന്ന് കീബോർഡ് ലെസൺസിന്റെ നെക്സ്റ്റ് എപ്പിസോഡാണ് കേട്ടോ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൽഫബറ്റിക് ഓർഡർ പഠിച്ചു ആൻഡ് കീബോർഡിലെ കുറച്ച് കാര്യങ്ങളും കൂടി പഠിച്ചു. സോ അത് ഞാൻ കുറച്ച് ഇമേജസ് കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിരുന്നു. അത് ഞാൻ ഈ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലെസണും തുടങ്ങുന്നതായിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, നമുക്ക് നെക്സ്റ്റ് എടുക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്ന റിവൈസ് ചെയ്യാം. ആൽഫബറ്റിക് ഓർഡർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സെവൻ കീസ് ആയിട്ടാണ് ആൽഫബറ്റ്സ് ഡിവൈഡ് ചെയ്ത് വെക്കുന്നത്. A to G വരെയാണ്. അത് കഴിഞ്ഞിട്ടില്ല. കീബോർഡിൽ A to G വരെയാണ്. സോ ഇത് A ആണ്. ഇത് ശരിക്കും A ആണ്. A B C D E F G വരെ ഉള്ളു. G കഴിഞ്ഞ A ആയിരിക്കും. അത് പിന്നെ ഞാൻ മിഡിൽ സെക്ഷൻ പറഞ്ഞിരുന്നു. അതായത് പിയാനോയ്ക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. അതിൽ റൈറ്റ് ഹാൻഡ് വെച്ച് വായിക്കും, ലെഫ്റ്റ് ഹാൻഡ് വെച്ച് വായിക്കണം. സോ ഗൈസ്, ഇത് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്ന ആൽഫബറ്റിക് ഓർഡർ തന്നെയാണ്. അതിന്റെ മിഡിൽ സി ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഓരോ ഫിംഗേഴ്സും നമ്പേഴ്സ് ആണെന്നും കൂടിയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. സോ ഇത് അത്രേ ഉള്ളൂ. ഇത് ജസ്റ്റ് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഇത് നോക്കുമ്പോൾ മനസ്സിലാവും. സോ ഇത് അത്രേ ഉള്ളൂ. സോ അതിന്റെ മുകളിലുള്ളത് നോക്കാം. അത് ഞാൻ പറഞ്ഞു തരാം. സോ ഗൈസ്, നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ ഉള്ളത് ഇനി നെക്സ്റ്റ് നമുക്ക് ലെസൺസ് എടുക്കണം. സോ അതിനേക്കാൾ മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി അറിയാനുണ്ട്. അതായത് ഞാനിപ്പോ ഒരു ലെസൺ എടുത്ത് ഒന്ന് പ്ലേ ചെയ്യാം. ചുമ്മാ ഒന്ന് പ്ലേ ചെയ്യാം. അതിൽ ലാസ്റ്റ് ആ ലാസ്റ്റ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഞാൻ നിൽക്കുമ്പോ ഒന്നും കൂടി ഒന്ന് തെറ്റിപ്പോയി. ലാസ്റ്റ് ഞാൻ കുറച്ച് കൂടുതൽ നേരം ഞാൻ അത് പിടിച്ചു വെക്കുന്നുണ്ട്. സോ അതാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. സോ കൗണ്ട് മീൻസ് ഹോൾഡിങ്. അതായത് ഇങ്ങനെ എത്ര 1 2 3 1 2 3 4. സോ ഓരോ മ്യൂസിക്കിനും ഓരോ രീതിയിൽ ഇനത്തിലായിരിക്കല്ലോ നമ്മൾ ഹോൾഡ് ചെയ്യണ്ടേ. അതായത് ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ 2 സെക്കൻഡ് ഹോൾഡ് ചെയ്തു. 2 സെക്കൻഡ് മീൻസ് സെക്കൻഡിന് പകരം നമ്മൾ കൗണ്ട് എന്നാ പറയുന്നത്. 1 2 കണ്ട അത്ര നേരം ഞാൻ ഹോൾഡ് ചെയ്തായിരുന്നു. 2 1 2 3 4 കണ്ടില്ലേ. സോ അങ്ങനെ അതാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. സോ പിയാനോയില് അത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ടോപ്പ് ലെഫ്റ്റില് ഇപ്പോ ഒരു ഇമേജ് ഇരിക്കുന്നത് കാണാം. സോ ആ ഇമേജ് തന്നെയാണ് അത്. സോ ഇത് പറഞ്ഞു തരുന്നത് അതില് ദിസ് ഇസ് എ ഫസ്റ്റ് വണ്ണില് ദിസ് ഇസ് എ ഹോൾ നോട്ട് 4 ബീറ്റ്സ് എന്ന് കാണിച്ചിട്ടുണ്ട്. 4 ബീറ്റ്സ് മീൻസ് 4 കൗണ്ട്. അതായത് ഏത് കീ ആണോ അത് നമ്മൾ 4 ടൈംസ്, അതായത് ഇപ്പൊ ഏത് ആൽഫബറ്റിക്കിന്റെ കീയില് ഇങ്ങനെ കാണിച്ച ജസ്റ്റ് ഹെഡൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഹെഡ് മാത്രം കാണിക്കുവാണെങ്കിൽ ഹെഡ് മീൻസ് ആ ജസ്റ്റ് ആ റൗണ്ടും പിന്നെ ഉള്ളിൽ ബ്ലാങ്ക് ആയിരിക്കും. അത് നിങ്ങൾക്ക് നോക്കാം. ഫസ്റ്റ് വൺ ദിസ് ഇസ് എ ഹോൾ നോട്ട് 4 ബീറ്റില് ഒരു റൗണ്ടും അതിന്റെ ഉള്ളിൽ ബ്ലാങ്കാ. സോ അത് ബ്ലാങ്ക് അല്ലേ. സോ അതാണ് 4 ബീറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ അത് കാണിക്കുവാണെങ്കിൽ അതിന്റെ അർത്ഥം 4 ടൈംസ് ബീറ്റ് ചെയ്യണം, കൗണ്ട് ചെയ്യണം. 1 2 3 4 കണ്ടില്ലേ, 4 ടൈംസ് കൗണ്ട് ചെയ്യണം. അതേപോലെ ഇനി നമുക്ക് സെക്കൻഡ് നോക്കുവാണെങ്കിൽ ദിസ് ഇസ് എ ഹാഫ് നോട്ട് ഓർ 2 ബീറ്റ്. ഇതിനിപ്പം നടുക്കൊരു റൗണ്ടും ഉണ്ട്, ഒരു
വര പോലെ ഇത് അതിനെ പറയുന്നത് ഇതാണ് കേട്ടോ, സ്റ്റെം എന്നാ പറയുന്നത്. അപ്പോ ഈ മറ്റേ വെറുതെ ഉള്ള സർക്കിളിനെ പറയുന്നതാണ് ഹെഡ്. ആൻഡ് മറ്റേ ഒരു വരയില്ല, അതിനെ പറയുമ്പോൾ സ്റ്റെം എന്നാട്ടോ. സ്റ്റെം നമുക്കിപ്പോ അങ്ങനെ പഠിക്കാം, സ്റ്റെം എന്നാന്ന് തോന്നുന്നു. സോ പക്ഷെ ആ ഹെഡില് ആ സ്റ്റെമ്മും മറ്റേ ഹെഡും പിന്നെ ഉള്ളിൽ ബ്ലാങ്കും ആണെങ്കിൽ ആ സിമ്പിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന 2 കൗണ്ടിനെ കേട്ടോ, 2 കൗണ്ട്സ്. അതായത് 1 2. ഈ ബീറ്റ് എന്ന് പറഞ്ഞ കൗണ്ട് തന്നെ കേട്ടോ, അവിടെ ബീറ്റ് എന്ന് എഴുതിയിട്ടില്ലേ, ബീറ്റ് മീൻസ് കൗണ്ട് തന്നെ. ഇനി നമുക്ക് ലാസ്റ്റ് 1 പോവാം. ലാസ്റ്റ് 1 നമ്മൾ സാധാരണ 1 കൗണ്ട് ഇങ്ങനെ 1 2 1 2 3 4. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് ദിസ് ഇസ് എ ക്വാർട്ടർ നോട്ട്. ക്വാർട്ടർ മീൻസ് 1/4. 1/4 ആണ് ക്വാർട്ടർ. അതായത് ഹോൾ നോട്ട് 4/4, ഹാഫ് നോട്ട് 4/2 ആൻഡ് ലാസ്റ്റ് ക്വാർട്ടർ നോട്ട് 4/1. പിന്നെ ഇതും ഉണ്ട് കേട്ടോ, ഈ 3 കാണിക്കാത്ത ഒരെണ്ണം കൂടി ഉണ്ട്, 4/3 കൂടി ഉണ്ട് കേട്ടോ. 4/3 മീൻസ് 3 കൗണ്ട്സ്, 3 ബീറ്റ്, 1 2 3. സോ അതും കൂടി നമ്മളുടെ ഉണ്ട്. സോ ഇതും കൂടി നമുക്ക് മനസ്സിലായ പിന്നെ നമുക്ക് ലെസൺസിൽ തുടങ്ങാം. സോ ഇനി നമുക്ക് അറിയേണ്ട കുറച്ച് ഇമേജസും കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പൊ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെ ഞാൻ ഇമേജസിൽ കാണിച്ചു തരാം. സോ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടി മനസ്സിലാവും. സോ ഇമേജസിലേക്ക് പോകാം. സോ ആ ഇമേജസ് കാണിക്കുമ്പോൾ ഞാൻ വോയിസ് ഓവറിൽ എക്സ്പ്ലെയിനും ചെയ്യാം. സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അക്കൗണ്ട്സ് തന്നെയാണ്. ഇത് ഒരു മ്യൂസിക്, അതായത് ഒരു സോങ്, ഒരു ലെസൺ, അതായത് ഒരു മ്യൂസിക്കിന്റെ ഇത് ബുക്കിൽ എഴുതി കാണിച്ച ഒരു മ്യൂസിക്കിന്റെ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ടോ, 3/4 2/4 4/4 അങ്ങനെ കാണിക്കും. അപ്പൊ 3/4 എന്നാണ് ഇതിൽ കാണിച്ചിരുന്നത്. 3/4 മീൻസ് 3 കൗണ്ട്സ് ഒരു മെഷർ ഉണ്ടാവും. ഒരു മെഷർ മീൻസ് സ്റ്റാഫ് നമ്മളുടെ ഇത് ആൽഫബറ്റ്സ് മീൻസ് പിയാനോ നോട്ട്സ് എഴുതുന്ന സ്ഥലം. സോ അത് ഡിവൈഡ് ചെയ്യുന്ന ബാർ ലൈൻ വെച്ചാണ്. ആ ബാർ ലൈൻ വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് ഒരെണ്ണമാണ് മെഷർ. സോ അതില് ഒരു മെഷറിൽ 3 കൗണ്ട്സേ ഉണ്ടാവത്തുള്ളൂ. അതിപ്പോ എങ്ങനെ പോയാലും 3 കൗണ്ട്സേ ഉണ്ടാവുള്ളൂ. അതിപ്പോ അവിടെ കൊടുത്തേക്കുന്ന അനുസരിച്ചായിരിക്കും. സോ ഇത് അത്രയേ ഉള്ളൂ. സോ ഇത് ഞാൻ നേരത്തെ കാണിച്ച 3/4 കാണിച്ചില്ലേ, അതേപോലെ തന്നെ ഇത് 2/4 ആണെന്നുള്ളൂ. അത്രയുള്ളൂ വ്യത്യാസം. സോ ഇതിന് 2 കൗണ്ട്സ് ഹോൾഡേ ഉള്ളൂ, 1 2. സോ അത്രയേ ഉള്ളൂ ഡിഫറൻസ്. സോ ഇതും അതേപോലെ തന്നെ മറ്റേ നേരത്തെ 3 കൗണ്ട് ആയിരുന്നു, 2 കൗണ്ട് ആയിരുന്നു, ഇത് 4 കൗണ്ട്. സോ 4 കൗണ്ട് ഹോൾഡ്. സോ ഗൈസ്, ഇത് ഒരു സ്റ്റാഫാണ്. സ്റ്റാഫില് ഓരോ ലൈൻ ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കുന്നില്ലേ, അതാണ് ബാർ ലൈൻ. സോ ആ ബാർ ലൈൻ വെച്ച് ഡിവൈഡ് ചെയ്ത് 4 ആയിട്ട് പിരിച്ചു വെച്ചേക്കുന്ന ഓരോ ഭാഗങ്ങളാണ് മെഷർ. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബാർ ലൈൻ വെച്ച് ഡിവൈഡ് ചെയ്ത മെഷർ. ഞാൻ ഫസ്റ്റ് കാണിച്ചിരുന്നു. സോ അത് ഞാൻ ഒന്നും കൂടി കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേ ഉള്ളൂ. സോ ഇതാണ് ജസ്റ്റ് ഒരു ബേസിക്, അതായത് ഒരു ലെസൺ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ജസ്റ്റ് നമുക്ക് ഒരു കീസ് ഒക്കെ പരിചയപ്പെടുത്തി, അതായത് കീബോർഡ് തുടങ്ങുമ്പോൾ ഒരു ഈസിയാണ്. സോ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇത് മിഡിൽ സി ആട്ടോ, അതായത് ഫസ്റ്റ് സി, സെക്കൻഡ് സി, തേർഡ് സി. സോ തേർഡ് സിയില് ഈ ലെസണില് ഫുള്ള് സി ആണല്ലോ കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ലെഫ്റ്റിലെ ടോപ്പില് കാണാൻ പറ്റും, ഫുള്ള് സി ആണ്. ഇതാണ് ആ സിമ്പിൾ സി എന്ന് പറയുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ആ സിയില് ഒരു വര കണ്ടോ, അതിന്റെ സെന്ററിലായിട്ട് ഒരു വര. ആ വര വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് മിഡിൽ സി ആണെന്ന് കാണിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ സി ഇങ്ങനെയാണ്,
സോ മിഡിൽ സി ആണ് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആ വര ഇട്ടേക്കുന്ന ആ ഇതിന് നടുക്ക്. സോ ഇത് 4 കൗണ്ട് ആണ് കേട്ടോ. 4 കൗണ്ടിൽ വായിക്കണം. 4 കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കീ മീൻസ് ഈ സി നമ്മൾ 4 കൗണ്ട് ഇങ്ങനെ നിൽക്കില്ല. അതായത് ഞാൻ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. സോ അങ്ങനെ ആയിരിക്കണം ഈ ലെസൺ വായിക്കേണ്ടത്. സോ അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കീബോർഡ് ഉണ്ടെങ്കിൽ മെട്രോണോമിയം ഇട്ട് ചെയ്യാം. സോ എൻ്റെ കീബോർഡിൽ ഞാൻ മെട്രോണോമം ഇട്ട് കാണിച്ചു തരാം. സോ അതിന് ടെമ്പോ നിങ്ങൾക്ക് സ്പീഡ് ഇതിന് വേണമെങ്കിൽ കുറയ്ക്കാം. സോ സ്പീഡ് ഞാൻ ഇത്തിരി ഫാസ്റ്റ് ആക്കിയാണ് വെച്ചേക്കുന്നത്. ഇത് ഞാൻ കുറയ്ക്കാം. സോ ഞാൻ ടെമ്പോ സ്പീഡ് ഞാനൊരു 100 ഇട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. ഈ ടെമ്പോ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യുന്ന എത്ര ഫാസ്റ്റ് വേണോ സ്ലോ ആണോ എന്നാണ്. ഈ ടിക് ടിക്ക് വേണം നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും പിയാനോയില്. എൻ്റെ പിയാനോയില് പിയാനോ PSR F52 ആട്ടോ. സോ അതെങ്ങനെ ഓൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ പിയാനോയില് ഈ ഷിഫ്റ്റ് നെക്കി പിടിച്ചിട്ട് ഈ ടെമ്പോ ടാപ്പ് നിൽക്കാൻ മതി. അപ്പോൾ ഇതിപ്പോൾ ഓഫായി ഓണായി. സോ അങ്ങനെയാണ് ടെമ്പോ ഓൺ ആക്കുന്നത്. സോ ഇനി നമുക്ക് ടെമ്പോ വെച്ച് ഇത് പ്ലേ ചെയ്യാം. അങ്ങനെയല്ല കേട്ടോ, ഞാൻ ചുമ്മാ കാണിച്ചതാണ്. അങ്ങനെയല്ല, ഈ 4 ടിക് ടിക്ക് 4 പ്രാവശ്യങ്ങളുണ്ട്. ഇത് ബിഗിനിങ് അങ്ങനെ വരുന്നുണ്ട്. സോ അത് നമുക്ക് ചെയ്യാം. 1 2 3 4 1 2 അങ്ങനെയാട്ടോ ചെയ്യണ്ടേ. സോ മെട്രോണോമിയം ഓഫ് ചെയ്യാം. സോ അത് നമ്മൾ കൗണ്ട് ചെയ്ത് ചെയ്യണം. ഈ സെയിം സാധനം നമുക്ക് മനസ്സിൽ കൗണ്ട് ചെയ്ത് ചെയ്യാം. അതായത് ഇങ്ങനെ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 അങ്ങനെ ചെയ്യാം. സോ ഈ ലെസൺ നമുക്ക് വായിക്കാം. സോ ഇങ്ങനെയാണ് കേട്ടോ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. സോ ഇത് ലെസൺ ആണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും മിഡിൽ സി ആസ് എ ഹോൾ നോട്ട് മീൻസ് 4 കൗണ്ട്. 4 കൗണ്ട് ഈ പിയാനോയിൽ മാക്സിമം ഉള്ളൂ. 4 കൗണ്ടിൽ ഒരു മെഷറിന്റെ ഉള്ളിൽ 4 കൗണ്ടിന് മുകളിൽ ഉണ്ടാവത്തില്ല. സോ 4 കൗണ്ട് മീൻസ് അതിപ്പോൾ ഏത് കൗണ്ടാണെന്ന് ആ ലെസണിൽ കാണിക്കും. ആ ലെസണിൽ ഏറ്റവും ലെഫ്റ്റിൽ നോക്കുവാണെങ്കിൽ 4 അങ്ങനെയൊക്കെ എഴുതിച്ചു. അതിന് പകരം 2 ആവാം, 3 ആവാം, ഏത് വേണമെങ്കിലും ആവാം. സോ 3 ആണെങ്കിൽ ഒരു മെഷർ എന്താവും നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. ഒരു സ്റ്റാഫില് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് മെഷർ. സോ ആ മെഷറിന്റെ ഉള്ളില് 3 കൗണ്ട്, അതായത് മെട്രോണോമിയമായിട്ട് കാണിച്ചതാ. 4 കൗണ്ടില്ലേ, ആ 4 കൗണ്ടിന് പകരം 3 കൗണ്ട് ആവാം, 3 കൗണ്ട് ആവാം, 2 കൗണ്ട് ആവാം, അങ്ങനെ ആവാം. സോ ഞാൻ മെട്രോണോം 3 കൗണ്ട് ആക്കി തരാം. സോ ഇപ്പൊ മെട്രോണോമിയം 3 കൗണ്ടിലാണ് കേട്ടോ. അവിടെ നമ്മളുടെ ലെസണിൽ 4/4 എന്നാണ് കാണിച്ചിരുന്നത്. അപ്പോൾ 4 കൗണ്ട്സ് കാണാം. അതായത് 1 2 3 4. ഇപ്പൊ അതിന് പകരം അവിടെ 3 ആ കാണിച്ചെങ്കിൽ ആ ഫുൾ സോങ് അത് 3 ഒരു മെഷറിൽ 3 കൗണ്ട്സേ ഉണ്ടാവുള്ളൂ. അതിപ്പോ എങ്ങനെ പോയാലും ഹാഫ് ലെറ്റർ ആണെങ്കിലും എത്ര ലെറ്റേഴ്സ് വന്നാലും കുഴപ്പമില്ല. പക്ഷെ അത് 3 കൗണ്ട്സേ അതിൽ ഉണ്ടാവത്തുള്ളൂ. അത് അവിടെ ഡിനോട്ട് ചെയ്ത് അത്ര ഉണ്ടാവത്തുള്ളൂ. അതിന് മുകളിൽ ഉണ്ടാവത്തില്ല. സോ ഞാൻ ഉണ്ടാവത്തില്ല. സോ ഇനി മെട്രോണോം കൗണ്ട് എനിക്ക് 4ലേക്ക് ആക്കാം. സോ ഞാൻ മെട്രോണോം 4 കൗണ്ടിലേക്ക് ആയി.
1 2 3 4 എന്ന് വെച്ചാൽ നമ്മളുടെ ഇതിൽ 4x4 വരച്ചിരിക്കുന്നത്. സോ നമ്മളുടെ ഫസ്റ്റ്, അതായത് ഒരു ബിഗിനിങ് മിഡിൽ സീൻ്റെ ആസ് എ ഹോൾ, മിഡിൽ സി ആസ് എ ഹോൾ, അതാണ് ഇതിൻ്റെ പേര്. ഈ ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നതിൻ്റെ പേര് മിഡിൽ സി വെച്ചാണല്ലോ നമ്മൾ ചെയ്തത്. നോക്കട്ടെ, മിഡിൽ സി വെച്ചാണല്ലോ നമ്മൾ ചെയ്തത്. അപ്പോൾ മിഡിൽ സി ഹോൾ നോട്ട്, അതായത് 4x4 ഉണ്ട്. 4x4 എന്ന് പറഞ്ഞാൽ 1 ഹോളാണല്ലോ. അപ്പോൾ 1 ഹോൾ ഇതുണ്ട്. സോ മിഡിൽ സി ആസ് എ ഹോൾ. സോ ഗൈസ്, നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാം. വീഡിയോന്റെ ലെങ്ത് ഇത്തിരി കൂട്ടാണ്ടാന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ബുധനാഴ്ച ഇടാം, വെനസ്ഡേ ഇടാം. സോ ഇനി തൊട്ട് ഞാൻ വെനസ്ഡേയും സാറ്റർഡേയും വീഡിയോ ഇടുന്നതായിരിക്കും. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വെനസ്ഡേ വീഡിയോ ഇടാം. സോ ഗുഡ് ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ്.